അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. കാരണം എലക്ഷൻ ഇങ്ങനെ കൊഴുക്കുകയാണല്ലോ. അപ്പം ശക്തനായി നിൽക്കുന്ന ഒരാളെ അടിച്ചമർത്തണം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടിയുടെ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ. എനിക്കൊരു പേടിയുണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി. എനിക്കാകെ വയ്യാണ്ടിരിക്കുകയാണ്. എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കുക. ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. വിളിക്കാൻ വയ്യാതിരിക്കാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല. ഇവിടെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്. ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്നെ കൊല്ലാക്കൊല്ലം ചെയ്യുന്നത്? നിങ്ങളെന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നു. എനിക്കറിയാം, എനിക്ക് ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. വേണമെന്ന് വാശി പിടിച്ചതാണ്. ഞാനാണ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലേ എൻ്റെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പെൺകുട്ടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഗർഭിണിയായത്, അദ്ദേഹത്തിനായിരുന്നു കുഞ്ഞു വേണം എന്നുള്ള ആവശ്യം എന്ന് പറയുന്നുണ്ട്. അവസാനം കുഞ്ഞായപ്പോൾ അദ്ദേഹം കാല് മാറുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടിക്ക് അറിയത്തില്ലായിരുന്നോ? അത്രയ്ക്കും അറിവില്ലാത്ത കുട്ടിയായിരുന്നോ? വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും പാടില്ല എന്ന് അറിയത്തില്ലായിരുന്നോ? കാരണം വിവാഹത്തിന് മുമ്പ് അവിഹിതം ചെയ്ത് ഗർഭിണിയാവുമ്പോൾ അവൻ കെട്ടും എന്ന് എന്താണ് കുട്ടിക്ക് ഉറപ്പ്? സ്വന്തം സുരക്ഷിതത്വം നോക്കാതെ ഈ വക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അതിനകത്ത് പറയുന്നുണ്ട് ആ ചാറ്റ് ഞാനിവിടെ കൊടുക്കാം. ആ ചാറ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ. രണ്ടുപേരും, ഇവർ കറക്റ്റ് ആണോ എന്ന് നമുക്കറിയത്തില്ല. ഇവർ രണ്ടുപേരും സമ്മതപ്രകാരം ചെയ്യുന്ന ഒരു കാര്യം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെങ്കിൽ പോലും രണ്ടുപേരും സമ്മതപ്രകാരം ചെയ്യുന്ന ഒരു കാര്യത്തിൽ എങ്ങനെ ഒരാൾ മാത്രം അവിടെ തെറ്റുകാരനാകും? ഈ ആണ് മാത്രം എങ്ങനെ തെറ്റുകാരനാകും? ഈ പെൺകുട്ടി പറയണമായിരുന്നു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു തടസ്സവും ഇല്ല, പക്ഷെ കല്യാണത്തിന് ശേഷം. അതല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, രജിസ്റ്റർ മാരേജ് ചെയ്യാമായിരുന്നല്ലോ. രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം ആകാമായിരുന്നല്ലോ. രഹസ്യമായിട്ട് വേണമെങ്കിലും രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം പരസ്യമാക്കണ്ട, എന്നിട്ടാകാമായിരുന്നല്ലോ. നിയമത്തിന്റെ ബലം കുട്ടിക്ക് ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ബുദ്ധി ഒന്നും കുട്ടിക്ക് പോയില്ലേ? അവസാനം ഒരാൾ വന്ന് പറയുന്നു എനിക്ക് കുഞ്ഞ് വേണം എന്ന് പറയുമ്പോൾ അങ്ങ് നിന്നു കൊടുക്കുമായിരുന്നോ? എന്നാ ഇന്ന് അങ്ങ് കുഞ്ഞിനെ ആക്കിക്കോ എന്നും പറഞ്ഞിട്ട് അങ്ങ് നിന്നു കൊടുക്കുകയായിരുന്നോ? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രണ്ടുപേരും കൂടെ ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കുഞ്ഞ് കുഞ്ഞായി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു പോലും, അത് വേണ്ട, നശിപ്പിച്ച് കളയാമെന്ന് പറഞ്ഞു പോലും. അല്ലെങ്കിൽ തന്നെ ഈ ഒരു വോയിസ് മാത്രമേ ഉള്ളോ പക്കൽ? അല്ലാതെ തെളിവുകളൊന്നും ഇല്ലേ? ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസോ കാര്യങ്ങളോ വീഡിയോകളോ ഒന്നും ഇല്ലേ? സ്നേഹിക്കുന്നവർ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഉണ്ടാവും. അപ്പൊ കുട്ടിയുടെ കയ്യിൽ അതൊന്നും ഇല്ലേ? ഇപ്പൊ ഇവിടെ പുറത്ത് വന്നിരിക്കുന്നത് ഒരു വോയിസ് മാത്രമാണ്. അല്ലാതെ ഒരു പെൺകുട്ടി നേരെ വന്നിട്ടില്ല. മീഡിയയ്ക്ക് മുന്നിലോട്ട് വാ, ഞാനാണ് ആ പെൺകുട്ടി, എന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ചതിച്ചത്, എന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കുട്ടി ഉണ്ടായത് എന്നും പറഞ്ഞിട്ട് നേരിട്ട് വാ. അങ്ങനെ ഒരു തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് തന്നെ അതിന്റെ പ്രായശ്ചിത്തം ചെയ്യിക്കാമല്ലോ. നേരിട്ട് വരണം. ഈ മീഡിയക്കാരും ഈ ജനങ്ങളും മൊത്തം കുട്ടിയുടെ ഭാഗത്ത് നിൽക്കും. അല്ലാതെ ഒളിഞ്ഞിരുന്നു കൊണ്ട്, മുഖം മറച്ചു വെച്ചുകൊണ്ട്, ഒരു വോയിസ് കൊണ്ട് മാത്രം ഒരാളെ പഴിചാരാനോ കുറ്റക്കാരനാക്കാനോ പറ്റത്തില്ല. ഇലക്ഷന്റെ ആ ഒരു കൊഴുപ്പിന്റെ ഒരു പേടിയും ഒരു ഭയവുമാണ് ഇപ്പൊ ഈ ഒരു വോയിസ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. വേണ്ട, മീഡിയയ്ക്ക് മുന്നിൽ വരണ്ട. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ, നിങ്ങൾക്കൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അവിടെ ചെന്ന് ഹാജരാകൂ. എന്റെ മുഖം വെളിപ്പെടുത്തരുതും. എന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചത്, എന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കുട്ടി ഉണ്ടായത്, ഇതിനൊരു പ്രായശ്ചിത്തം രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ചെയ്യിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് കോടതിയിലോ കുട്ടിക്ക് ഹാജരാകാവുന്നതേ ഉള്ളൂ. അപ്പൊ പ്രൈവസി കണക്കിലെടുത്ത് മുഖമോ അഡ്രസ്സോ ഒന്നും പുറത്തു വിടാതെ നിയമങ്ങൾ അത് നോക്കിക്കോളും.
അപ്പം അങ്ങനെ ഒന്നും ചെയ്യാതെ വാട്സപ്പ് വോയിസ് മാത്രം അല്ലെങ്കിൽ ഒരു കോൾ റെക്കോർഡ് മാത്രം ഇങ്ങോട്ട് പുറത്തു വിട്ടാൽ വിശ്വസിക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അപ്പം നേരിട്ട് വരാത്തിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ആരും വിശ്വസിക്കത്തില്ല. ഏതോ ഒരു വോയിസ് അത്രേ ഉണ്ടാവത്തുള്ളൂ. എന്തായാലും ഈ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നൊരു കാര്യമാണ്, ഇവരുടെ കസേരയുടെ കാലിളകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് രംഗത്ത് വരണം. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കൊണ്ടുവരും, എവിടെന്നെങ്കിലും കുത്തിപ്പൊക്കി കൊണ്ടുവരും. അതാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളൊരു കാര്യം.